ഹായ് ഓൾ, അസ്സാം വലൈക്കും. റഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബൺ പൊറോട്ടൻ്റെ റെസിപ്പിയാണ്. നല്ല ലെയറിലും വന്ന് നല്ല സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആക്കിലൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പോളം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിൽ 4 കപ്പ്. നിങ്ങൾ അത് അളവിനനുസരിച്ചിട്ട് 2 കപ്പാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് എടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. 4 കപ്പായതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയാണ്. ആ മുട്ട ഒന്ന് ജസ്റ്റ് ഒരു പാത്രത്തിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട്, അതായത് ഒരു വിസ്കിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്ക് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഉപ്പും പഞ്ചസാരയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കുഴച്ച് കഴിഞ്ഞ് ഇതാക്കിയിട്ട് എല്ലാം എത്തിയെന്ന് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് മുട്ട ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ മുട്ടയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ. ശേഷം നമുക്കിതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാണ്. പാല് ഞാനിവിടെ ഒരു 1/4 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതായത് സാധാരണ ചൂട് പാലൊന്നല്ലേ, സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ സ്പൂൺ അളക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂണോളം വരുവേ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് ബാക്കി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. അതും സാധാരണ വെള്ളം, ചൂടുവെള്ളം ഒന്നല്ലേ, സാധാരണ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. സാധാരണ പൊറോട്ടയൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റിലാണ് കുഴച്ചെടുക്കാൻ, അധികം ലൂസും അല്ല, അങ്ങനെയുള്ള ഒരളവിൽ. പക്ഷേ ഇത് കുഴച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ലൂസായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടതിനെ കുഴച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കണ്ടതിനാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാ നമ്മളെ കയ്യിലിങ്ങനെ ഒരു ഒട്ടുന്ന പോലെ ഉണ്ടാവും. ഇത് കുഴച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ അങ്ങനെ ഒരു ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ ആവണോ. അതിങ്ങനെ കുഴച്ച് വന്നിട്ട് വേണം നമുക്കതൊന്ന് സ്മൂത്താക്കിയിട്ട് എടുക്കാൻ. ടൈറ്റിൽ കുഴക്കാൻ പാടില്ല. അന്നേരം നമ്മൾ ബൺ പൊറോട്ട ഉള്ളെല്ലാം വേവാതെ ആയിപ്പോൾ ഒരു രസം കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കുഴവിലാണ് നമുക്ക് പൊറോട്ട നന്നായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ കുഴക്കുന്ന ഇതിൽ, അതായത് ലൂസാണ് ചെറുതായിട്ട്, നമ്മളെ കയ്യിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട്. അതിങ്ങനെ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് വരും. ഇപ്പം നോക്കിയൊക്കെ ഒരു ഒട്ടുന്ന പോലെയൊന്നും ഇല്ലല്ലോ, എന്നാലോട്ട് നല്ല സ്മൂത്തായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ പിന്നെ ഒഴിച്ച് കൊടുത്തിട്ട്, അതായത് ഒരു ഇച്ചിരി കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കണേ, സ്പ്രെഡാക്കല്ലേണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് എന്താക്കാം ഈ കുഴച്ച് വെച്ച മാവ് അതിൻ്റെ പിന്നെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് മുകളിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനുണ്ട്. അതായത് ഈ ഓയിൽ ഇത്രക്കാർ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വേണമല്ലോ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ക്ലിയർ ഫോയിലായിട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഇനി ഇതില്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ തന്നെ വെക്കണേ, എന്നാലാണ് ഒരു സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ 2 മണിക്കൂർ, 2.5 മണിക്കൂറോളം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ട നമ്മളെ മാവെല്ലാം കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് എന്താക്കാം ഓരോരോ ബൗളാക്കിയിട്ട് നമുക്ക് എടുക്കാം. ബൺ പൊറോട്ടയ്ക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് എത്ര വലുപ്പമാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബോളാക്കിയിട്ട് മാറ്റാൻ. എന്നിട്ട് ഇതേപോലെ തന്നെ ഓരോന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് വെക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊറോട്ടൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പൊറോട്ടനെക്കാട്ടി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കുറച്ചൊരു പണിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതായത് വലിയൊരു മെനക്കോടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമ്മൾ പൊറോട്ടയൊക്കെ ആകുമ്പോൾ വീശി അടിച്ച് വേഗം ഉണ്ടാക്കുന്നല്ലേ. ഇത് പക്ഷേ വീശൊന്നൊന്നുമില്ല, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോന്നാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അതായത് കൈ കൊണ്ട് തന്നെ വേഗം നന്നായിട്ട് ഇത് പരത്തിയിട്ട് വരും കേട്ടോ, കാരണം അത്രയും നമ്മളെ മാവ് സോഫ്റ്റാണ്. ഇനിയിപ്പോൾ കൈ കൊണ്ട് പരത്തുന്നത് ഇഷ്ടമില്ലെങ്കിൽ നമ്മളൊരു കോയിൽ ഉപയോഗിച്ചിട്ട് പരത്തിയാലും മതി കേട്ടോ. പക്ഷേ കൈ കൊണ്ട് തന്നെ വേഗം പരത്താമെങ്കിൽ ഇങ്ങനെ നല്ല നൈസായിട്ട് പരത്തണം, ഓടി തടിയില്ലാത്ത രൂപത്തിൽ. എന്നിട്ട് മുകളിലേക്ക് നമുക്ക് കുറച്ചൊരു പൊടി തൂക്കി കൊടുക്കുക. ശേഷം നമുക്ക് ഇത് മടക്കി കൊടുക്കേണ്ടതുണ്ട്. അതായത് ഒരു സൈഡിൽ നിന്ന്
എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും ആയി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്ത് എടുക്കണം. അതായത് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ റൗണ്ട് ഇതാക്കി റോൾ ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് കുടുക്കി വെച്ച് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് എന്നിട്ട് വേണം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 4 കപ്പ് മാവിന് എനിക്ക് 11 പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ കുറച്ചൊരു വലുപ്പമുള്ളത് ഉണ്ടാക്കിയത്, അതായത് കുറച്ച് കട്ടി കൂടുതലാക്കിയിട്ടുള്ളത്, നല്ല ലെയറിലാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനും ചെറിയതാവേണ്ടതുണ്ടെങ്കിൽ എന്തായാലും ഒരു 15 പൊറോട്ടയോളം കിട്ടും, ചെറുതാണെങ്കിലാണേ. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇതേപോലെ ഈ മടക്കുന്ന രൂപമെല്ലാം കണ്ടില്ലേ, ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് നല്ല ലെയർ വരാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൊറോട്ട തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. ബൺ പൊറോട്ട ആദ്യം ഒരു തവണ ഉണ്ടാക്കിയിരുന്നു. അത് എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് ശരിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടാക്കുമ്പോഴും നല്ലോണം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് എന്തായാലും ഇന്നൊക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാം. ഇനി ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് അധികം നമ്മൾ റൗണ്ട് ചെയ്യില്ല. ഇത് ബൺ പൊറോട്ടയാണുള്ളത്. ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യം റൗണ്ട് ചെയ്തതാണേ, ഇങ്ങനെ പരത്താൻ പാടുള്ളൂ. ലാസ്റ്റത്തത് അവിടെ തന്നെ വെക്കുക, ലാസ്റ്റ് ചെയ്താൽ മതി. അല്ലാണ്ട് ഒരു വല്ലാത്തൊരു ഇത് കളിക്കുന്ന പോലെ ഉണ്ടാവും. അതായത് ടൈറ്റ് പോലെ ഉണ്ടാവും. നമുക്ക് പരത്തുന്ന സമയത്ത് ആദ്യം ഉള്ളതാകുമ്പോൾ വേഗം പരത്തി ഇടാൻ പറ്റും. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിൽ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, അത്രക്കാർ ആവശ്യമില്ല. കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 3 ഒരു പാനിൽ ഞാൻ 3 ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഇത് നല്ല തടിയുള്ളത് കൊണ്ട് തന്നെ വേവാൻ കുറച്ചും കൂടി നമ്മൾ സാധാരണ പൊറോട്ടനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ സമയം വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓയിലിങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് എന്താ പറയുക, നന്നായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. അത് കളറ് അപ്പുറം ഇപ്പുറം ഒരു നല്ല ബ്രൗൺ കളറാക്കിയിട്ട് അത് ആദ്യം കുറച്ച് ഫ്ലെയിം ഹൈയിലാക്കിയതാണെങ്കിൽ പിന്നീട് നമ്മൾ നല്ല ലോ ആക്കിയിട്ട് എന്നിട്ട് വേണം ഇതിങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഉള്ളിൽ നന്നായിട്ട് വേണം കേട്ടോ. വേവും എന്തായാലും വെന്തെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങും. ഇത് അപ്പുറം ഇപ്പുറം ഒന്ന് ബ്രൗൺ കളറായതിന് ശേഷം നന്നായിട്ടൊന്ന് പൊങ്ങി വരും ഇത്. അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കുറച്ച് ക്ഷമയോടെ ചുട്ടെടുക്കാൻ, എന്നാലാണ് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്കിത് എൻ്റെത് 3 നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചു കൊടുക്കാനുണ്ട്. നമ്മൾ പൊറോട്ട അടിക്കുന്ന പോലെ വലിങ്ങനായിട്ട് അടിക്കേണ്ടിയില്ല, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഇങ്ങനെ അതിൻ്റെ ലെയർ ഇങ്ങനെ കാണാൻ ഒരു നല്ല പഞ്ഞി പോലെ ഉണ്ട്. അതായത് പുറമേൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. ഇതുപോലെ ഇങ്ങനെ ലെയർ ഇങ്ങനെ വരും ഇതിൽ. പിന്നെ അടിപൊളി, കഴിക്കാനും ടേസ്റ്റാണ്. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാനുണ്ട്. ബാക്കിയുള്ളതും കൂടി പരത്തിയിട്ട് ചുട്ടെടുക്കാം. പരത്തുന്നവർ ശ്രദ്ധിക്കുക, ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ, അധികം വേണ്ട. ബൺ പൊറോട്ടയാണല്ലോ, അതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊറോട്ട ആകുമ്പോൾ കൂടുതൽ നൈസായിട്ട് പരത്തേണ്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തരുന്നത് അത് ഭയങ്കര സന്തോഷമാണ്. അത് സക്സസ് ആയി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഇനിയും നിങ്ങളെ ഫോട്ടോസെല്ലാം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറേ ആൾക്കാർ ഓരോ റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരൂ. അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിലേക്ക് രേഖപ്പെടുത്താം. ഇത് ബൺ പൊറോട്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ബീഫ് കറിയും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ ബീഫ് കറിയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോ നല്ല ലെങ്തായി പോകുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ പൊറോട്ടയ്ക്ക് ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ അടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ലെയറെല്ലാം വരുന്നതാണെന്നില്ലേ. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഇനി പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.